ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒന്ന് വാഴയിലയിലേക്ക് ഇടാം. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾ ഗ്യാസ് കത്തിക്കുന്നു. അതിനുശേഷം ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ചിടണം. എന്നിട്ട് നമുക്ക് പാത്രം ചൂടാകുന്ന വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നെയ്യ് ഒഴിക്കണം. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെക്കണം, അല്ലെങ്കിൽ കരിയാനുള്ള ചാൻസ് ഉണ്ട്. നന്നായിട്ട് വിട്ട് കൊടുക്കാതെ ഇളക്കുക. ഇപ്പോൾ അണ്ടിപ്പരിപ്പ് നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ അണ്ടിപ്പരിപ്പ് വറുത്തെടുത്ത അതേ നെയ്യിൽ നമുക്ക് ഈ സവോളയും കൂടി ഇട്ട് നമുക്ക് വരട്ടിയെടുക്കാം. നന്നായിട്ട് വരട്ടിയെടുക്കണം. സവോള ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് വരട്ടിയെടുക്കണം. ഒരു 5 മിനിറ്റ് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ സവാള നന്നായിട്ട് പെട്ടെന്ന് തന്നെ വരണ്ട് വരികയും ചെയ്യും. അപ്പോൾ ഇനി ഈ സവോളയ്ക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തീ വേണമെങ്കിൽ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉള്ളി ഇപ്പം നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ട് നന്നായിട്ട് ഇളക്കുക. ക്യാരറ്റ് കുറച്ചൊന്ന് വെന്ത് വരണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ബീൻസ്, അതായത് ചിലവർക്ക് ബീൻസ് ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ബീൻസ് ഇട്ട് കൊടുക്കാം. സവോള ഡീപ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാത്രത്തിൽ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ സവോള ഇട്ട് കൊടുക്കാം. ഇത് നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കുക. നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ ഇളക്കണം.
ഇത് ബിരിയാണിയുടെ മുകളിൽ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഫ്രൈഡ് റൈസ് വെക്കാനായിട്ട് നമുക്ക് അടി കട്ടിയുള്ള ഒരു പാത്രം ആദ്യം എടുക്കാം. അത് നമുക്കിനി ഗ്യാസ് കത്തിക്കാം. ഇതിലേക്ക് നമുക്കിനി ഒന്ന് ചൂടാവുമ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള കറുകപ്പട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ഇളക്കി നമുക്ക് 2 ബേ ലീവ്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവോള കുറച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഉള്ളി വറുത്തെടുത്ത എണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യുക. നമുക്കിനിയും ഇതിലേക്ക് 2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. തിളച്ചതിന് ശേഷമാണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുക്കുന്നത് ബസ്മതി റൈസ് ആണ്. നന്നായിട്ട് ഇളക്കുക. നമുക്കിത് 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. സോ ഇതിപ്പം ഒരു 90% ഇത് വെന്തിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനിയും നമുക്ക് ഇതിലെ കംപ്ലീറ്റ് വെള്ളം ഒന്ന് മാറ്റിയെടുത്ത് നമുക്ക് ദം ചെയ്യാം. ഈ ഫ്രൈഡ് റൈസ് അപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കംപ്ലീറ്റ്ലി വെള്ളം എല്ലാം വാർന്നെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലയായിട്ട് ലെയർ ആക്കി നമുക്ക് ഫ്രൈഡ് റൈസ് റെഡിയാക്കി എടുക്കാം. നമുക്ക് ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടി നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പിന്നെ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് ലെയർ ആയിട്ട് ഈ ഫ്രൈഡ് റൈസ് മൊത്തം ഇതിലേക്ക് ഇടുക. അപ്പം നമ്മൾ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട്
കുറച്ച് നെയ്യും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് ഇളക്കരുത്, റൈസ് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്രൈഡ് റൈസ് റെഡി ആയിരിക്കുകയാണ്. കഴിക്കാൻ വേണ്ടി ഇതൊരു ഇലയിലേക്ക് ഇട്ട് വെച്ചെന്നേ ഉള്ളൂ. ഇത് കാണാൻ വേണ്ടി ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് കഴിക്കാൻ പോകണം. നല്ലതായിട്ടുണ്ട്. എൻ്റെ മോള് വെച്ചാണ്, ഗായത്രി മോള് വെച്ചതാണ്. പല പ്രാവശ്യം വെച്ചിട്ടുണ്ട്, സ്പെഷ്യലാണ്. കഴിച്ച് നോക്കട്ടെ ഇങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ടേസ്റ്റ് നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. അതിലൂടെ കൊഴുത്താണ്ട് ചിക്കൻ്റെ ചാറ് ഗ്രേവി ചേർത്തങ്ങോട്ട് കഴിക്കുമ്പം നല്ല ടേസ്റ്റ്.